നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അലങ്കാരങ്ങളൊക്കെ റെഡിയായല്ലോ. സത്യം ഇതുവരെ വന്നില്ലല്ലോ. ബർത്ത്ഡേക്ക് പ്രത്യേകമായിട്ട് എന്റെ സാരി ഉടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ശ്യാമക്കുഞ്ഞ് വാങ്ങിക്കൊടുത്താണെന്നും പറഞ്ഞു. ആണോ? ഞാനല്ല കുഞ്ഞി, അത് കുഞ്ഞേച്ചി വാങ്ങിക്കൊടുത്തതാ. പക്ഷേ സത്യാമ്മയ്ക്ക് അതറിയില്ലെന്ന് മാത്രം. ഒരു ശ്യാമ ശ്യാമ അല്ല ഇത് ഒരു സംശയം വേണ്ട, ഇത് സത്യാമ്മയ്ക്കുള്ളത് തന്നെയാ. അല്ല പാഴ്സല് സത്യാമ്മയ്ക്കുള്ളത് തന്നെയാ. പക്ഷെ അയച്ചിരിക്കുന്നത് അയച്ചിരിക്കുന്ന ആരാന്ന് ഇയാൾ കണ്ടില്ലേടോ? ദേ SHLINI ശ്യാമ. പേനെങ്ങി തന്നെ ഞാൻ ഒപ്പിട്ട് തരാം. മോളെ എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല സത്യമേ. സത്യമ്മ പാവമായോണ്ട് ഓരോരുത്തര് പറ്റിക്കാൻ നോക്കുന്നതാ. ഇത് ഞാൻ അയച്ച പാഴ്സലാ. വേറെ ആരോ അയച്ചതാണെന്നും പറഞ്ഞ് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടുമോ നോക്കുക അയാള്. അല്ല മോളെ, നീ എങ്ങനെ കളക്ടറേറ്റില്? ഞാനേ അതുവഴി പോയപ്പോ സാരി എക്സിബിഷൻ കണ്ടു. അതിന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം വാങ്ങി സത്യമ്മയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് ആയിട്ട് പോസ്റ്റ് ചെയ്യായിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാൻ. അതിപ്പോ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. സാരി ഇതില്? ആ പിടിച്ചേ. ആ അയ്യോ, ഇഷ്ടായോ സത്യമ്മയ്ക്ക്? എന്റെ മനസ്സ് കണ്ട ഒരാള് വാങ്ങിച്ച പോലെയുണ്ട്. മനസ്സ് കണ്ടയാള് തന്നെയാ സത്യമ്മയെ വാങ്ങിച്ചത്. എന്റെ കുഞ്ഞേച്ചി, സത്യമ്മയുടെ മൂത്ത മരുമകൾ ശാലിനി. നല്ല ഭംഗിയുണ്ട്. കുഞ്ഞേച്ചിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുന്നുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷന് ഈ സാരി തന്നെയാവും സത്യമ്മ കൊടുക്കുന്നത്. നന്നായിട്ടുണ്ട് കേട്ടാ. ഞാനേ ഇത് രാഘവേട്ടനൊന്ന് കാണിക്കട്ടെ. ശരി. പപ്പേ, ഇനി അന്ന് ഞാൻ വേർപ്പിക്കാം. ആ അത് വേണ്ട. ചെറിയ കുട്ടികള് ബലൂൺ വീർപ്പിക്കണ്ട. വേണമെങ്കിൽ ഇത് കൊണ്ടുപോയി കളിച്ചു. പറ്റില്ല, എനിക്ക് വേർപ്പിക്കണം. മോളെ പൊന്നു പറയുന്ന കേക്ക്. കാഴ്ച ഭംഗിയുണ്ടെങ്കിലും കുട്ടികളെ തൊണ്ടേപ്പാലുണ്ടല്ലോ. മുഖം വീർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നോക്കി ഇത് വെച്ച് കളിക്കാമല്ലോ. മേടിക്ക് എന്റെ സുന്ദരിക്കുട്ടി. ആഹാ, ഗസ്റ്റുകൾ വന്നല്ലോ. ഞങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണേ. അതെ അതെ, ഒന്ന് പുറത്തു പോയി വന്നപ്പോഴേക്കും ഫാമിലി മെമ്പർഷിപ്പ് എടുത്തു കളഞ്ഞോ? അല്ല, ഒരു ചടങ്ങ് നടക്കുമ്പോ ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ വേണമല്ലോ. ഇവിടെ ഇപ്പോ ആരെയും ക്ഷണിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഉള്ളവർ തന്നെ വേഷം കെട്ടിയാൽ മതി. അതിഥികളായും ആതിഥേയരായും.
ഈ പിള്ളക്ക് ബുദ്ധിയിലെന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ എന്താ? കുറെ സമ്മാന പൊതികളുണ്ടല്ലോ. എനിക്കാണോ? നിനക്കാണോടി കുറുമ്പി? ഇന്ന് സത്യമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ഓ, അപ്പൊ ബർത്ത്ഡേ കുട്ടിക്കുള്ളതാ ഇതൊക്കെയല്ലേ? ആ അങ്ങനെ തന്നെയാ. എന്റെ മോൾക്ക് ഇന്ന് ഒരു ഗിഫ്റ്റേ ഉള്ളൂ. ആഹാ, എന്താ അത്? ബർത്ത്ഡേ കേക്ക്. അത് വെറുതെ അച്ഛൻ പറ്റിക്കുവാ. ആ ബർത്ത്ഡേ കുട്ടി സത്യാമ്മയല്ലേ? അപ്പൊ കേക്ക് സത്യാമ്മയ്ക്കുള്ളതാ. ഷോ അത് നിനക്കൂടി തരം വിളിച്ച് റെക്കമെൻഡ് ചെയ്യാം. പോരെ? നല്ല വലിയച്ഛൻ. അവിടെ വയ്ക്കാം. ഉമ്മ. അല്ല, അലങ്കാരങ്ങളൊക്കെ റെഡിയായല്ലോ. സത്യമ്മ ഇതുവരെ വന്നില്ലല്ലോ. ബർത്ത്ഡേക്ക് പ്രത്യേകമായിട്ട് എന്റെ സാരി ഉടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ശ്യാമക്കുഞ്ഞ് വാങ്ങിക്കൊടുത്തതാണെന്നും പറഞ്ഞു. ആണോ? ഞാനല്ല പൊന്നി, അത് കുഞ്ഞേച്ചി വാങ്ങിക്കൊടുത്തതാ. പക്ഷേ സത്യമ്മയ്ക്ക് അതറിയില്ലെന്ന് മാത്രം. സമയമുണ്ടല്ലോ. ഭാമ നന്നായിട്ട് ഒരുങ്ങി വരട്ടെ. ആ ഉം. കേക്കാം. കാണുന്നില്ലല്ലോ സത്യാമ്മേ. ഇപ്പൊ വരുമ്പോളെ രാവിലെ മുതൽ ഓരോരുത്തർ വിളിച്ച് ബർത്ത്ഡേ വിഷസ് പറയല്ലേ. അവരോട് താങ്ക്സ് ഒക്കെ പറയണ്ടേ? ആ, അത് വേണം. ആ സത്യമ്മയുടെ അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് ഇതിലും ഗംഭീരമാക്കണം കേട്ടോ അച്ഛാ? ആ എല്ലാം മോളെ ഇഷ്ടം പോലെ. എന്താ അതുപോലെ? ആ, മതി മതി. ആ, ദേ വരുന്നുണ്ട്. ഏ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ സത്യാമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ സത്യാമ്മേ. ആഹാ. എന്താ സത്യാമ്മേ താങ്ക്സ് പറയാത്തത്? ആഹാ, ഞാനിപ്പോ എന്തിനാ താങ്ക്സ് പറയേണ്ടത്? ഞങ്ങളെ വിഷ് ചെയ്തതിന്. പിന്നതാ ഗിഫ്റ്റും ഉണ്ട്. ആഹാ, കൊള്ളാലോ. പക്ഷെ ഇതൊന്നും എനിക്ക് തരാൻ പറ്റില്ല. ഇതൊക്കെ ഓരോരുത്തരും മേടിച്ചതാ. അവര് തന്നെ തരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.